ഹായ്, എല്ലാവർക്കും മലബാറി ആൽപ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ജർമ്മനിയിലെ ഒരു സ്വർഗ്ഗ സമാനമായ സ്ഥലത്തിലേക്കാണ് കേട്ടോ. നീലയും പച്ചയും കൂടിക്കലർന്ന വെള്ളം, ചുറ്റും ആൽപ്സ് പർവ്വത നിരകൾ, കണ്ണെത്താ ദൂരത്തോളം ശാന്തത. അങ്ങനെ ഒരു ലേക്ക് നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ആ ഒരു ലേക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ലേക്കിൻ്റെ പേര് ഐപ്സി എന്നാണ്. അപ്പോൾ ജർമ്മനിയിലെ ഏറ്റവും സുന്ദരമായിട്ട തടാകങ്ങളിൽ ഒന്നാണ് ഈ ഐപ്സി. ഒട്ടുമിക്ക ആൾക്കാർക്കും മലയാളികൾക്ക് തന്നെ അത്യാവശ്യം അറിയാം. ആദ്യം ജർമ്മനിയിലേക്ക് വരുന്നവർ തന്നെ ആദ്യം പോകുന്നത് ഐപ്സിയിലേക്കായിരിക്കും. കാര്യം അത്രയും ഫേമസ് ആണ് ജർമ്മനിയിലെ ഈ ഒരു ലേക്ക് വേൾഡ് മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂണിക്കിൽ നിന്ന് ഗാർമിഷ് പാർട്ടൻകഷൻ എന്നുള്ള ട്രെയിൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബസ് ബാനോഫിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഐപ്സി ബസ് കാണാൻ പറ്റും ബോർഡിൽ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം ഈ ഒരു ആൽപ്സ് മലനിരകളാണ് ഇതിൻ്റെ ബൗണ്ടറിക്ക് ചുറ്റും ട്ടോ. ചുറ്റും നല്ല മഞ്ഞ് വീണ് കിടക്കണം. നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ തന്നെ. ഇതും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഈ പറഞ്ഞ ഗാർമിഷ് പാർട്ടൻകഷൻ എന്നുള്ളത്. ചെറിയ ചെറിയ ഹൈക്കിങ്ങിന് പോവാനും നിങ്ങൾക്ക് അവിടുത്തെ ഒരു വില്ലേജ് കാണാനും ബവേറിയൻ ശൈലിയിലുള്ള ഒരു വില്ലേജ് സ്റ്റൈലൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡെഫിനറ്റ്ലി വരാൻ പറ്റും. ജർമ്മനിയിലെ ബാക്കി ഏത് ബവേറിയൻ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു ഗാർമിഷ് പാർട്ടൻകഷനിൽ. ആ പോകുന്ന ചെറിയ ഇത് കണ്ടോ, ഫോഗൊക്കെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ ബാക്കിൽ ഈ ഒരു ആൽപ്സും, ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ജനുവരി മാസമാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ വീണ് കിടക്കുന്നുണ്ട് മുകളിലൊക്കെ ആയിട്ട്. ശരിക്കും എന്നാലും വിചാരിച്ച അത്ര മഞ്ഞ് വീണില്ല കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ ഒരു ശരിക്കും വിൻ്റർ ടൈമൊക്കെ ആണെങ്കിൽ ഫുള്ള് സ്നോ ആയിരിക്കും ആ മുകളിലും. ഇപ്പോൾ കുറേയൊക്കെ മെൽറ്റായി പോയിട്ടുണ്ട്. എന്നാലും നല്ല നല്ല അത്യാവശ്യം നല്ല സ്നോയി ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മുടെ ഐപ്സി ബസ് വരാറായിട്ടോ. അപ്പോൾ അത് കാത്താണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ ഇവിടെ ഐപ്സിക്ക് നമുക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റാണ് കേട്ടോ ഈ ബസ്സിൽ വാലിഡ് ആയിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ബവേറിയൻ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്കറ്റുകളുണ്ട്. അപ്പോൾ അതൊന്നും അവരെടുക്കില്ല. ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം നമ്മുടെ ജർമ്മനിയിലുള്ള സ്റ്റുഡൻസിനൊക്കെ തന്നെ ഈ ഒരു ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബസ്സിൽ ട്രാവൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഐപ്സിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ പോണ വഴിയിലുള്ള വ്യൂസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബവേറിയൻ ശൈലിയിലുള്ള വീടുകളും ചെറിയ ചെറിയ ഹോട്ടൽസുകളും റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് കാണുന്നത് കേട്ടോ. ബാക്കിലാണെങ്കിൽ ഈ ഒരു ആൽപൈൻ മലനിരകൾ. അതിൽ തന്നെ ജർമ്മനിയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ആൽപൈൻ മലനിരയാണ് സൂക്സ് പിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ ഈ ലേക്കിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഈ ഒരു സൂക്സ് പിറ്റ്സിൽ നമുക്ക് മൗണ്ടെയിൻ പീക്കുകൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ ഐപ്സി എത്തിക്കഴിഞ്ഞിട്ടുള്ളതിൽ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളീ പോകുന്ന റോഡിന് ചുറ്റും മഞ്ഞ് വീണ് കിടക്കുകയാണ് കേട്ടോ. അതാണ് വീടുകളുടെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം. തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ലേക്ക് പോകുന്നുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. നമ്മുടെയൊക്കെ നാട്ടിലെ തോടുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ വെള്ളം വരുന്നത് ഐസ് മെൽറ്റായിട്ട് വരുന്ന ഗ്ലേസിയർ മെൽറ്റായിട്ട് വരുന്ന വാട്ടറാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. ചുറ്റും നല്ല ആൽപൈൻ ഭംഗി. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ നടുക്കേ കൂടെയാണ് ഈ ബസ് പോണത് കേട്ടോ. നല്ല രസകരമായ കാഴ്ചകൾ. കണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ ഈ ആൽപൈൻ ഈ ഒരു ഐപ്സിയുടെ അവിടെ എത്തി കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇവിടുന്ന് ബസ് തിരിച്ച് ഗാർമിഷിലേക്ക് തിരിച്ച് ഷട്ടിൽ ചെയ്യും. അപ്പോൾ അങ്ങ് അകലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ലേക്ക് കിടക്കുന്നത്. ഇപ്പോൾ ഫ്രോസൺ ആയിട്ടാണ് ആ ലേക്ക് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഐപ്സിക്ക് വന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ നേരെ കാണുന്നതാണ് ഈ പറഞ്ഞ സൂക്സ് പിറ്റ്സും ആൽപ്സൊക്കെ ജർമ്മനിയുടെ ആൽപ്സിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗമാണ് ഈ സൂക്സ് പിറ്റ്സ്. ഈ ബാക്കിൽ കാണുന്ന ഈ വലിയ മൗണ്ടെയിൻ. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടാണ് ഐപ്സി ലേക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ ഐപ്സി ലേക്കിലേക്കാണ് പോണേ. സോ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് കേട്ടോ സൂക്സ് പിറ്റ്സ് മലനിരകൾ. ജർമ്മനിയുടെ അഭിമാനമാണ് ഈ ഒരു കൊടുമുടി. ജർമ്മനിയിലെ ഏറ്റവും ഉയരം കൂടിയ ആൽപൈൻ പർവ്വതമാണ്. ഇതിൻ്റെ ഏകദേശം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2962 മീറ്ററാണ്. ഇതിൻ്റെ താഴെയാണ് ഈ ഒരു ഐപ്സി എന്നുള്ള ലേക്ക്. അപ്പോൾ ഐപ്സിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പെഷ്യലായിട്ട് തോന്നുന്നത് ഈ ഒരു സൂക്സ് പിറ്റ്സ് മൗണ്ടൈൻ്റെ അടിഭാഗത്തായതുകൊണ്ടാണ് കേട്ടോ. ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ സ്നോ ലേക്കുകൾ ജർമ്മനിയിലുണ്ട്. അതായത് വിൻ്റർ സമയത്ത് ഇങ്ങനെ ഫ്രോസൺ ആയി കിടക്കുകയും സമ്മർ സമയത്ത് അത് നല്ല തടാകം പോലെ നിൽക്കുന്ന ലേക്കുകൾ.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്നത് ഈ സൂക്ക് സ്പിറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോജനിക്കാണ്. ഏതൊരു ഫ്രെയിം എടുത്താലും അത് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോജനിക് ഫ്രെയിംസുകളായിരിക്കും. മൊത്തത്തിൽ ഈ സൂക്ക് സ്പിറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സമ്മർ ആയാലും വിൻ്റർ ആയാലും ഒക്കെ തന്നെ മഞ്ഞ് കാണാൻ പറ്റും. വേറെ എവിടെ പോയാലും മഞ്ഞ് ഉരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമ്മറിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുമുള്ള മൗണ്ടൻസിലൊന്നും സ്നോ ഉണ്ടാവില്ല. പക്ഷേ ഈ സൂക്ക് സ്പിറ്റ്സിൽ മാത്രം സ്നോ ഉണ്ടാവും. ഇപ്പോൾ ജർമ്മനിയിലെ ആകെ ഒരു ഗ്ലേസിയർ ആയിട്ടുള്ള ഈ ഒരു മൗണ്ടെയിൻ ഇവിടെയാണ് കേട്ടോ. ഇവിടെ പലതരം സ്കീ ആക്ടിവിറ്റീസ് ഉണ്ട്. സ്കീയിങ് ചെയ്യാൻ പറ്റും, സ്നോ ബോർഡിങ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടേക്ക് കേബിൾ കാർ സൗകര്യമുണ്ട്. അതായത് ഈ സൂക്ക് സ്പിറ്റ്സിലേക്ക് കയറണമെങ്കിൽ നമുക്ക് കേബിൾ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റോപ്പ് വേ പോലെ ഈ ഒരു സമ്മിറ്റിൻ്റെ മുകളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഫോട്ടോയിൽ കണ്ട അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അവിടെ നിന്ന് നമുക്ക് സീൽ ബാൻഡ് സൂക്ക് സ്പിറ്റ്സിലേക്കുള്ള നമുക്ക് എടുക്കാൻ പറ്റും. ഏകദേശം €62 എന്തോ ആണ്. അപ്പോൾ അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കേബിൾ കാറിൽ അതിൻ്റെ മുകളിലേക്ക് സമ്മിറ്റിലേക്ക് പോയി എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തം ജർമ്മനിയുടെ ആ ഒരു മൊത്തം ഒരു ഗ്ലേസിയർ വ്യൂ, ആൽപൈൻ മലനിരകളുടെയൊക്കെ ടോട്ടൽ വ്യൂ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഈ സൂക്ക് സ്പിറ്റ്സിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 4 രാജ്യങ്ങൾ വരെ ഇന്ന് കാണാൻ പറ്റും. എക്സാക്ട്ലി 4 രാജ്യങ്ങൾ. ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഈ 4 രാജ്യങ്ങളും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ ഫോട്ടോ പോയിന്റ്സുകളുണ്ട്, സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സോണുകൾ. അതേപോലെ തന്നെ ഇവിടേക്ക് പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എക്സ്പെൻസീവ് ആണ്. അതല്ലാത്തവർക്ക് നമുക്ക് ഇതേപോലെ താഴത്തുള്ള ലേക്കുകളും കണ്ട് നമുക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട് തന്നെ ഇവിടേക്ക് ഐപ്സി വരെ ബസ്സിന് വരാം. അവിടെ നിന്ന് നമുക്ക് ഇതേപോലെ ഹൈക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന ഐപ്സി, അതിൻ്റെ ബാക്കിൽ കാണുന്നത് സൂക്ക് സ്പിറ്റ്സ് അല്ല, അതും ചെറിയ മൗണ്ടെയിനാണ്. സ്നോ കിടക്കുന്നുണ്ട്. ഈ കാണുന്ന ലേക്ക് ഇപ്പം നിലവിൽ ഫ്രോസൺ ആണ്. ചില ഭാഗത്ത് ലേശം മെൽറ്റിങ് ആയിട്ടില്ല. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഫ്രോസൺ ആയിട്ട് നിൽക്കുകയാണ്. ചില ഭാഗത്ത് മെൽറ്റിങ്ങിൻ്റെ ഒരു സ്റ്റേജ് കാണുന്നുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ ഏകദേശം ഒരു 0 to 1 to -2 ആ ഒരു ലെവലാണ് നിൽക്കണത്. അതുകൊണ്ട് കംപ്ലീറ്റ് ഫ്രോസൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ടെമ്പറേച്ചർ ഒരു -10 ഒരു -10 -8 ആണെങ്കിൽ ഈ ലേക്ക് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലേക്കിൻ്റെ നടുക്കിൽ നടക്കാനൊക്കെ പോസിബിളാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യൻസ് പോയിട്ട് ചിലരെങ്ങാണ്ട് ഈ ലേക്കിൽ വീണതായിട്ടൊരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവരെ രക്ഷിച്ചു. കാര്യം കുറച്ച് ഭാഗം ഈ ലേക്കിൻ്റെ മെൽറ്റല്ലായിരുന്നു. അതായത് മെൽറ്റായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അവിടേക്ക് ഈ ജാക്കറ്റ് കൊണ്ടൊക്കെയല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഈ വെള്ളം വീഴുമ്പോൾ ഈ ജാക്കറ്റിലേക്ക് വെള്ളം കയറിയിട്ട് നീന്താനൊന്നും പറ്റില്ല. അത്രയും ഫ്രോസൺ അല്ല. ഹൈപ്പോതെർമിയ ബാധിച്ചാണ് ഇവിടെ പലരും മരിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു വെതർ റിപ്പോർട്ട് അനുസരിച്ച് വേണം ലേക്കിലേക്ക് ഇറങ്ങാനൊക്കെ നോക്കേണ്ടത്. ആൾക്കാർ കുറച്ച് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ തന്നെ വളരെ മനോഹരമാണ് കാണാനും. മൊത്തം ആ ഒരു ഫോട്ടോ ഫ്രെയിമിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു ബ്യൂട്ടി തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലേക്ക്. ഇനി ഈ ഒരു ലേക്കിന് ചുറ്റും നമുക്കൊരു ഹൈക്കിംഗ് ട്രയൽ പോലെയുണ്ട്, നടക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം പോയപ്പോൾ ഇത്രയും ഹൈക്കിംഗ് ഉണ്ടെന്ന് വിചാരിച്ചില്ല. പക്ഷേ അതൊരു 7-8 കിലോമീറ്റർ വരെ മൊത്തം ഈ ഒരു ലേക്കിന് അറൗണ്ടായിട്ട് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാര്യം അത്രയും വീഡിയോ ലോങ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ ഈ ഒരു ആൽപൈൻ മലനിരകൾ ഈ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടതിന് ശേഷം നമുക്ക് പയ്യെ ഈ ഒരു ഹൈക്കിങ് ചെയ്യണം. ആ ഹൈക്കിങ് ഇതിൻ്റെ സറൗണ്ടിങ്സിൽ കൂടെയാണ്. അപ്പോൾ ഓരോ ആംഗിളിൽ നിന്നും ഓരോ ഡിഫറെൻറ്റ് വ്യൂസാണ് ഇത് തരുന്നത്. കേട്ടോ, നമ്മൾ ഈ ലേക്കിൻ്റെ അവിടേക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇതേപോലെയാണ്, കംപ്ലീറ്റ് ഫ്രോസൺ ഐസാണ് അതൊക്കെ. എന്ത് രസമാണെന്ന് നോക്കി. ഐപ്സിയിലേക്ക് വരണ ഏതൊരാളും ചെയ്യേണ്ടത് ആ ഒരു ഹൈക്കിംഗ് ട്രയലാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു ഹൈക്കിംഗ് ട്രയൽ ചെയ്യണം. 8 കിലോമീറ്റർ നടക്കാനുണ്ടെങ്കിലും ഓരോ ആംഗിളിൽ നിന്നും ഈ ഒരു ലേക്കിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഡിഫറെൻറ്റ് ഫ്രെയിമുകളാണ്. ആ ഫ്രെയിമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഫോട്ടോജനിക് ആയിട്ടുള്ള, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നേച്ചറിൻ്റെ തന്നെ ഒരു അമേസിങ് ക്രിയേറ്റിവിറ്റി കാണുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുക. അത്രയും മനോഹരം, അത്രയും ലേക്കും ആ ഒരു ബാക്കിലുള്ള ആ ഒരു സൂക്ക് സ്പിറ്റ്സും. അങ്ങ് അകലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ദ്വീപുകൾ ഈ ലേക്കിൽ കാണാൻ പറ്റും. ഏകദേശം 8 ദ്വീപുകൾ ഈ ഒരു ലേക്കിലുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു ദ്വീപുകളും ഈ ഒരു ലേക്കും, ഫ്രോസൺ ലേക്കും,
അങ്ങ് അകലെ കാണുന്ന ആ ഒരു സൂക്സ്പിറ്റ്സ് മലനിരകളും സ്നോ വീണ് കിടക്കുന്ന സൂക്സ്പിറ്റ്സ് മലനിരകളും ഈ ഒരു മരങ്ങളൊക്കെ ചേർന്നിട്ട് ഇതിനെ അത്രയധികം നല്ലൊരു ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു നേച്ചറിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിയേഷൻ തന്നെ എനിക്ക് വിളിക്കേണ്ടി വരും. കുറേ ലേക്കുകൾ നമ്മൾ ഈ ഒരു ജർമ്മനിയിലും ഇറ്റലിയിലൊക്കെ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ കുറേ ലേക്കുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഐപ്സി തരുന്ന ഒരു ഫീല്, ആ ഐപ്സി തരുന്ന ഒരു ഫോട്ടോജനിക് ഫ്രെയിം ഇറ്റ്സ് വെരി വെരി സ്പെഷ്യൽ, സംതിങ് സ്പെഷ്യൽ. നമ്മളതിൽ ഫ്രോസൺ ലേക്കിൻ്റെ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ടാ, അത്ര ഇതല്ല, പ്രശ്നമൊന്നുമല്ല, ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല നൈസ് ഫീലാണ്. ചുറ്റും ഈ ഒരു ലേക്ക് ഫ്രോസണായി കിടക്കാണ്. നല്ല രസമായിട്ടത് കാണാനായിട്ട്. ബാക്കിൽ നല്ല ആൽപ്സും നല്ല, പക്ഷേ അതിൻ്റെ മുകളിൽ അങ്ങനെ സ്നോയൊന്നും വീണ് കിടക്കുന്നില്ല. മലയുടെ മുകളിൽ താഴെ ലേക്കാണ് കംപ്ലീറ്റ് ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് നിൽക്കുന്നത്. എന്ത് രസം നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇത്തരത്തിലുള്ള യാത്രകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.